So welcome to an ongoing site of Finespace Architects. This is 6,000 square feet residence located in Kollam in about 30 cents of land. So most of us get to see a walkthrough of a home when it's completely done, when the furniture is placed, when the lighting is done and the styling is perfect. But this is a home that's about 80% complete. There's a lot going on behind the scenes. Let's have a look inside. But before we go inside, let's look at the exterior design of the home. What we've done here is definitely contemporary style ഉള്ള ഒരു exterior design ആണെങ്കിലും attractive ആക്കുന്ന ഒരു feature ആണ് 5 roof എന്ന് പറയുന്നത്. നമ്മളത് പല സ്റ്റെപ്സിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. There's a lot of depth, there's a lot of character, there's a lot of play of light and shadow. അത് നമുക്ക് കാണുമ്പോൾ ഒരു വളരെ pleasing ആയിട്ട് calming ആയിട്ടുള്ള ഒരു ഫീൽ ആണ് തരുന്നത്. So ഇതാണ് വീടിന്റെ sit out space. Sit out space തന്നെ there's a lot happening. So one side you can see the car porch. പിന്നെ ഇവിടെ നമ്മുടെ സീറ്റിംഗ് ഏരിയയും എൻട്രി വെൽക്കമിംഗ് ഏരിയ. ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഇസ് വേർ ദ പൂജ ഏരിയ ഇസ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് ലാൻഡ്സ്കേപ്പ് ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഒരു ഓറിയന്റേഷൻ വെച്ചിട്ട് വാസ്തുവനുസരിച്ചിട്ട് കിച്ചൺ ഈ ഒരു സൈഡിലാണ് വരുന്നത്. സോ ഈ കാണുന്ന വിൻഡോസ് കിച്ചണിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ എക്സ്റ്റീരിയറിൽ ഒരുപാട് ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഈ വീടിന്റെ ഒരു ക്യാരക്ടറിന്റെ പാർട്ടാണ്. ക്ലാഡിങ്ങിന്റെ വർക്ക് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാഡിംഗ് എല്ലാം സൈറ്റിൽ വന്നു കഴിഞ്ഞു. സോ അത് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So once you enter the home, the first thing that greets you is this double height space. So double height is something that can really impact the feeling of luxury when you enter the house. Because നമ്മളൊരു അടഞ്ഞ ഒരു ഫോയറിലോട്ടാണ് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് ആയിരിക്കും. But here you get that feeling of grandness upon entry, which is something that we really like to give in most of our premium homes. So ഇതാണ് ഈ വീടിൻ്റെ ഫോർമൽ ലിവിംഗ് സ്പേസ്. നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സ്പേസ് ഇതാണ്. പക്ഷേ ഇതൊരു ഓപ്പൺ പ്ലാൻ ആയതുകൊണ്ട് കംപ്ലീറ്റ് ഏരിയാസ് നമുക്ക് ഈ ഒരു സ്പേസിൽ തന്നെ വിസിബിൾ ആണ്. സ്റ്റെയർ ഏരിയ ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇൻഫോർമൽ ലിവിങ്ങും പിന്നെ പൂൾ ഏരിയയും വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു ഫസ്റ്റ് എൻട്രിയിൽ തന്നെ കാണാം. ബാക്കിലായിട്ട് ഈ വാളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ ഫിനിഷാണ് നമുക്ക് ഈ വീട്ടിൽ ഒട്ടുമിക്ക സ്പേസസിലും വരുന്നത്. ടെക്സ്ചർ ഫിനിഷിൻ്റെ സാമ്പിളിംഗ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇത് നമ്മൾ സൈറ്റിൽ തന്നെ ചെയ്ത് അതിൻ്റെ ഷെയ്ഡ് മാച്ച് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫുൾ വീടിന് ഇത് കൊടുക്കുന്നത്. സോ നമ്മൾ വെർട്ടിക്കൽ മൂവ്മെന്റ് എയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റെയർകേസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇറ്റ് കൻ ബി ജസ്റ്റ് എ സൈഡ് എലമെന്റ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനെ ഒരു സ്കൾപ്ചറൽ എലമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തതാണ്. സോ ഇറ്റ് ഇസ് very much a part of the interior design, and it's in fact I would say it's like the anchor of the entire interiors of this home. So now we are at the dining space of this house. So here is where we're going to have the dining table. Dining area nu porthekku povan oru cheriya space kodutittunde, small patio from where we can actually go to the exteriors of the house. ഡൈനിങ് ഏരിയയുടെ ചേർന്ന് തന്നെ നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരും. ആൻഡ് എൻറ്റയർ കിച്ചൺ വിൽ ബി ഡൺ ഹിയർ. ആൻഡ് ഔട്ട് ദെയർ വി ഹാവ് എ സ്മോൾ വർക്ക് ഏരിയ എന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ദ ഡൈനിങ് ഏരിയ വി ഹവ് ഗിവൺ ദ വാഷ് ഏരിയ, ആൻഡ് ദ വാഷ് ഏരിയ ഇസ് ആക്ച്വലി എ റൂം ഇൻ ഇറ്റ് സെൽഫ്. സോ ബിയോണ്ട് ദ വാഷ് ഏരിയ ഇസ് ദ സ്വിമ്മിംഗ് പൂൾ, and done in a certain way that you can actually get a good view of pool area as well. So a lot of clients ask me about the practicality of actually giving a steel staircase. So ee project what you can see is it is actually a very sculptural steel staircase. So idinte oru curvature ayalum adinte oru shape nokkiyalum it is very unique, very well proportioned, but to do this actually takes a lot of effort. Idu valare customized aayittaan idinte oru work cheyendathu. മാത്രമല്ല ഇതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി നമ്മൾ നല്ല രീതിയിൽ ഉറപ്പാക്കണം. സോ ഈ ഏരിയയിൽ നമ്മൾ സ്റ്റെയറിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർ ഫീച്ചറും അതുപോലെ ലാൻഡ്സ്കേപ്പ് ഫീച്ചറും എല്ലാം വരുന്നുണ്ട്. ഇവിടെ ഒരു സ്വിംഗ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇഫ് ദ സ്റ്റെയർകേസ് ഇസ് നോട്ട് സ്റ്റേർഡി, ഈ ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരു ബെനിഫിറ്റ് ഇല്ലാതെ പോകും. സോ വി മേക്ക് ഷുവർ ദാറ്റ് ദ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഓഫ് ദ സ്റ്റെയർകേസ് ഇസ് വെൽ ഡൺ. പിന്നെ സ്റ്റീലാണ്, സോ ദർ വിൽ ബി ഡെഫിനറ്റ്ലി എ ലിറ്റിൽ ബിറ്റ് ഓഫ് വൈബ്രേഷൻ. പക്ഷേ ഇഫ് യു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് നോട്ട് ക്രീക്കി ആൻഡ് നമുക്ക് കയറുമ്പോൾ ഒരു അൺസ്റ്റേബിൾ ആയിട്ട് തോന്നുന്നുള്ളൂ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു സ്റ്റേജിലാണ് നോക്കാൻ പറ്റുക. ദിസ് ഇസ് ആക്ച്വലി എ വെരി റോബസ്റ്റ്, നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഈ ഒരു സൈറ്റ്. സോ ഇത് ഈ വീടിൻ്റെ ഇൻഫോർമൽ ലിവിംഗ് സ്പേസ് ആണ്. ഈ ഇൻഫോർമൽ ലിവിംഗ് സ്പേസിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളൊരു എലിവേറ്റർ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നിഭാവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ എലിവേറ്റർ ആണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഗ്ലാസ് ക്യാപ്സ്യൂൾ ലിഫ്റ്റ്. സോ ഈ ഒരു ഏരിയ നമുക്ക് വെർട്ടിക്കലി കണക്റ്റഡ് ആണ് സ്റ്റെയർകേസിന് പുറമെ. And when you come into this space, the first thing that you notice is the TV area. ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ആക്സസ് ഉണ്ട്. ആ ആക്സസ് നമ്മൾ വെളിയിൽ റോളിംഗ് ഷട്ടേഴ്സ് വെച്ചിട്ടായിരിക്കും സെക്യൂർ ആക്കുക.
അതിന് പുറമെയാണ് നമ്മുടെ ഒരു പൂൾ വരുന്നത്. സോ വൺസ് ദ ഹൗസ് ഇസ് ഫിനിഷ്ഡ് യു ക്യാൻ സീ ആ ഒരു സ്വിമ്മിംഗ് പൂൾ വന്നു കഴിയുമ്പോൾ ഉള്ള ഒരു ഇമ്പാക്ട്, ഈ ഒരു സ്പേസിലുള്ള ഇമ്പാക്ട് നമുക്ക് ഫിനിഷ്ഡ് ആയി കഴിയുമ്പോൾ കാണാൻ സാധിക്കും. സോ ദിസ് ഇസ് ദി ഔട്ട്ഡോർ പൂൾ ഏരിയ. ആ വാഷിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു വ്യൂ ഉണ്ട്. അതേപോലെ നമ്മുടെ ഇൻഫോർമൽ ലിവിംഗിൽ നിന്ന് വ്യൂ ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഈ പൂളിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പൂളിനോട് ചേർന്ന് തന്നെ വി ഹവ് ഗിവൺ എ ട്രീ. We planted a tree in a way that it actually continues to the top terrace area. That is where we have a small surprise. Towards the end, you'll understand why that tree is relevant. So, ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വാളാണ്. ഈ വാള് നമ്മൾ കംപ്ലീറ്റ്ലി POPയിലും കോൺക്രീറ്റ് ഫിനിഷിലും ചെയ്തെടുക്കുന്നതാണ്. വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. നമ്മുടെ ക്ലയൻറ്റിന് നാച്ചുറൽ ആയിട്ടുള്ള ഗ്രീൻ ആയിട്ടുള്ള എലമെന്റ്സിനോട് ഭയങ്കര അഫിനിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിന്റെ പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി ഇനിയൊരു ഗ്ലാസ് ഏരിയ വരും. ബെഡ് അതിനോട് റെസ്റ്റ് ചെയ്തിട്ടായിരിക്കും വരിക. സോ ഈ ഒരു ഫേസിൽ ഈ ബെഡ്റൂമിൽ ഓൺഗോയിങ് വർക്ക്സ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇന്റീരിയർ വർക്ക് ഓൺഗോയിങ് ആണ്. നമ്മൾ ഈ ഒരു ബെഡിന്റെ ബോക്സ് വർക്ക് കഴിഞ്ഞു. അതേപോലെ ഈ ഒരു ആർക്കിട്രേവ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ഫിനിഷിംഗ് ഇസ് സ്റ്റിൽ റിമൈനിങ്. ഈ ബെഡ്റൂമിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ സീലിംഗ് ആണ്. സീലിംഗിൽ നമ്മൾ ആക്ച്വലി സ്റ്റാറി സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ പ്രൊഫൈൽ ലൈറ്റും കോവ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെൻ യു ലുക്ക് ഇൻ ടു ദ ഡ്രസ്സിംഗ് ഏരിയയിൽ വന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ആർക്കിട്രേവ് വരുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി നമ്മൾ വിനീർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. അത് പോളിഷും ചെയ്യും. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് നമുക്ക് വാഷ്റൂം ആക്സസ് ചെയ്യാം. സോ ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ വാഷ്റൂമിനും പ്രത്യേകതകളുണ്ട്. സോ ഇഫ് യു സീ ദ ടൈലിംഗ് എൻറ്റയർലി ഒരു മോണോക്രോം ആയിട്ടുള്ള സിംഗിൾ പാറ്റേൺ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു നാച്ചുറൽ റോക്ക് ഫിനിഷിനെ മിമിക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിന്റെ വാഷ് ഫിറ്റിംഗ്സ് എല്ലാം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഗെബ്രറ്റിന്റെ ആണ് നമ്മൾ ഫ്ലഷ് ടാങ്ക് എടുത്തിരിക്കുന്നത്. അതേപോലെ ഹാൻഡ് സ്ക്രൂയുടെ കംപ്ലീറ്റ് സിസ്റ്റംസ് ഓൾ ഇൻ പ്ലേസ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഹിയർ ഇസ് ഫ്രം ദ വാഷ്റൂം യു ക്യാൻ ആക്ച്വലി സീ that green space that we were talking about earlier. So അത് നമുക്ക് ഈ ഒരു സ്പേസിൽ നിന്ന് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ വാഷ്റൂം പ്ലാൻ ചെയ്തേക്കുന്നത്. So in this 6,000 square feet home, we actually have a small gym area as well. So ഈ ഒരു ജിം ഏരിയ നമ്മൾ എസ്തെറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു വുഡൻ തീമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സീലിംഗിലും വുഡ് വർക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി വോക്സിന്റെ സീലിംഗ് പാനൽസ് ആണ്. ഫ്ലോറിലും വുഡൻ പാറ്റേൺ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. So this is that surprise I was talking about. Totally 4 bedrooms ആണ് ഈ വീട്ടിൽ വരുന്നത്. അതിലെ 4th bedroom, അതായത് ടോപ്പ് ഫ്ലോറിലെ ഒരു ബെഡ്റൂം നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 ഫ്ലോറിലായിട്ടാണ് ഈ ഒരു സിംഗിൾ ബെഡ്റൂം വരുന്നത്. താഴെ ലിവിംഗ് സ്പേസും വാഷ് ഏരിയയും, ടോപ്പ് ഫ്ലോറിൽ ബെഡ്റൂം വരുന്ന രീതിയിലാണ് ഈ ഒരു ഒറ്റ ബെഡ്റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ 4th bedroom നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ റിസോർട്ട്സിലൊക്കെ കാണുന്ന A-frame സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ്. But this entire structure is actually placed on this particular home itself. And ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് താഴെ ഞാൻ നേരത്തെ ആ പൂൾ ഏരിയൻ്റെ അവിടെ ഒരു ട്രീ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വ്യൂ ചെയ്യാനും ഈ ഒരു മിനി ഹോമിന് പറ്റും. സോ ഇത് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് ഡ്രോയിങ്സ് ആണ്. ഈ ഒരു സെറ്റ് നമ്മൾ നമ്മുടെ ഡിസൈൻ പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അത് സൈറ്റിൽ കീപ്പ് ചെയ്യാനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ദ വർക്കേഴ്സ് ആൻഡ് ദ കോൺട്രാക്ടർ ക്യാൻ ഹാവ് എ റെഡി റെഫറൻസ് ഓൺ സൈറ്റ്. So thankfully this is done properly on this site. Another good example. നമ്മൾ 6,000 square feet ലാണ് ഈ ഒരു കംപ്ലീറ്റ് റെസിഡൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ 6,000 square feet എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സൈസബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഏരിയ ഇൻ പ്ലാനിൽ മാത്രമല്ല, നമ്മൾ ആക്ച്വലി വോളിയൂമിലും സ്പേസ് നമ്മൾ കൂടുതൽ കൊടുക്കണം ഫോർ പ്രോജക്റ്റ് ടു ആക്ച്വലി ഫീൽ ലക്ഷറിയസ് ആൻഡ് ഗ്രാൻഡ്. സോ ഇവിടെ നമ്മൾ അബൌട്ട് 11 to 12 feet ആണ് നമ്മളുടെ ഈ ഒരു ഫ്ലോർ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് സർവീസസ്, അതായത് എയർ കണ്ടീഷനിങ് ആവാം, ഈവൻ ഇലക്ട്രിക്കൽ ആവാം, പ്ലംബിംഗ് ഒക്കെ നമുക്ക് സീലിംഗിനുള്ളിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമ്മൾ ഫുള്ളി ഒരു VRF സിസ്റ്റമിലാണ് എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്. VRF എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇൻഡോർ യൂണിറ്റ്സ് എല്ലാം 1 or 2 ഔട്ട്ഡോർ യൂണിറ്റ്സിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. സോ അതിൻ്റെ കംപ്ലീറ്റ് കണക്ഷൻസ് എല്ലാം നമ്മൾ സീലിംഗ് വഴിയായിരിക്കും ചാനൽ ചെയ്യുന്നത്. സോ അതിനുള്ളൊരു സ്പേസ് വേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഫ്ലോർ ഹൈറ്റിൽ ആ ഒരു സ്പേസും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ്. So like I said, this site is about 80% complete. So 20% work is still remaining ആണ്. പക്ഷേ ഈ ഒരു 20% ലാണ് the major transformation is going to happen. So before I showcase that final walkthrough, I hope I can cover the behind the scenes and take you through the final selections and procurement of materials, the furniture, the lighting, how the curtains come in, the artwork. And also the very important part of this home is actually the vegetation and the plants that we're going to give inside this house as well. So I'll take you through all that. I hope you stay tuned. We have a lot more coming up and I'll see you soon.